ഹലോ ഗൈസ്, അപ്പോൾ ദേ വരുന്നുണ്ട് കുറച്ച് കുട്ടി പട്ടാളങ്ങൾ. ദേ വരുന്നുണ്ട്, 2 പേര് വരുന്നുണ്ട് കേട്ടോ. ഒരാൾ പുറകിലുണ്ട്, ഒരാൾ ദേ വന്നെത്താറായി. ദേ ഒരുത്തനിവിടെ എത്തിക്കഴിഞ്ഞു. അടുത്ത ആൾ നോക്ക് ഗൈസ്, അവിടെ എത്തിയിട്ടേ ഉള്ളൂ. സൂം ചെയ്ത് വലുതാക്കി കാണിക്കാം ഗൈസ്. നോക്കൂ, ഇപ്പത്തൊന്നും അടുത്താന്ന്, പക്ഷെ അല്ല ഗൈസ്. അവളെ വീടുന്ന് വരുന്നത് രാത്രിയാവുമെന്നാണ് പറഞ്ഞത്. എന്തോരം ദൂരം ഉണ്ടെന്ന് നോക്കൂ. ദാ അവളവിടെ വരുമ്പോഴത്തേനും ദേ എവിടെ നോക്കൂ, ദേ അവിടെ എത്തിയിട്ടുണ്ട്. കാരണം ദേ അവിടെ എത്തിയിട്ടുണ്ട്. ഇവളപ്പോഴും ഒരു സ്ഥലം പിടിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വരൂ. വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് സ്പീഡാണ് ഗൈസ്. മാറിയില്ലെങ്കിൽ ജീവൻ പോകും, അതാണ്. പോന്നു. ഇവരുടെ പുറകെ ഞാനും പോവാണ്. ഞാൻ വണ്ടിയിലല്ല, ഞാൻ നടന്നാ പോണേ. മഴയായിരുന്നു ഇന്നലെ, അതുകൊണ്ട് തന്നെ വഴിയൊക്കെ തെന്നിക്കിടക്കുകയാണ്. ഇതേ ഒരു കുട്ടി പട്ടാളം. പറയൂ, എന്താണ് പറയാനുള്ളത്? ഗൈസ്, എനിക്കൊന്നും പറയാനില്ല. അവിടുന്ന് ഇവിടം വരെ വരുന്ന സുഖം. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകണം പോയത്. ഇത് അവിടെ എടുത്ത് എത്തി തിരിച്ചു വരുവാണ്. കൊച്ചു വീണു. കൊച്ചിൻ്റെ ബുദ്ധി നല്ല ബുദ്ധിയാണ്. എന്താണ് കുട്ടി ഇനിയിപ്പോൾ പറയാനുള്ളത്? ഇപ്പോൾ സന്തോഷമായോ? പറയാനില്ല, പറ്റിക്കാൻ എളുപ്പമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും വണ്ടി കിട്ടി, അവനവൻ്റെ വണ്ടി കിട്ടി. എനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ പാടാം. യാരിവൻ കല്ലും തൂക്കി പോയിരുന്നു. കല്ലും തൂക്കി പോയിരുന്നു. ദേ ഗൈസ്, പൊന്നു ഓടിച്ചു തുടങ്ങി. പൊന്നുവിൻ്റെ നോട്ടം മൊത്തം എന്തേ അവിടെ കിടക്കണ ആ സാധനത്തിൻ്റെ പേരിലാണ്. എന്താണ് സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ശരി, ക്യാമറയിൽ കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടോ ഗൈസ്? കശുവണ്ടിയാണ് ഗൈസ്. കശുവണ്ടിയാണ് അവർക്ക് താല്പര്യം. കശുവണ്ടിയാണ് ഗൈസ്, കശുവണ്ടിയാണ്. കശുമാങ്ങ, അതാണ് കണ്ടോ? ഗൈസ്, ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. ഗൈസ് കണ്ടോ? രണ്ടെണ്ണമല്ലേ ഗൈസ്? ഇവിടെ ആക്കില്ല ഇരിക്കാം. ഇപ്പൊ കാണിച്ചിട്ടില്ല. ഗൈസ് ദേ കാണുന്നുണ്ടോ ഗൈസ്? അതാണ് സാധനം, ചെറിയതാണ്. ഞാൻ കണ്ടത്
വേറെ നല്ല കട്ട ചുമപ്പുള്ള അത് ഇലകളുടെ ഒക്കെ ഇടയ്ക്ക് ഇടുന്നുണ്ട് കാണാൻ പാടില്ല.